Hello everyone, welcome to Surface Chemistry Part 2. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. എങ്ങനെയാണ് ഒരു അഡ്സോർപ്ഷൻ നടക്കുന്നത്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സോളിഡ് സർഫേസിലാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മളൊരു സോളിഡ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ സോളിഡ് കൺസിഡർ ചെയ്യുമ്പം നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സോളിഡിനുള്ളിൽ എന്തുണ്ട്, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബൾക്ക് ഓഫ് ദ സോളിഡ്, ഈ സോളിഡിൻ്റെ ഉള്ളിലുള്ള ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആണ്. ഈ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സൈഡ്സിലേക്കും ഒരേപോലെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇവിടെ സർഫേസിലുള്ള ഒരു മോളിക്യൂളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് 3 ഡയറക്ഷനിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് 4th ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്. അതിന് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ വേറൊരു മോളിക്യൂളും അവിടെ പ്രസൻ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഈ മോളിക്യൂളിന് അട്രാക്റ്റ് ചെയ്തിട്ട് ഈ മോളിക്യൂൾസ് നിൽക്കുന്നുണ്ട്. അതേപോലെ ഈ മോളിക്യൂൾസിന് അട്രാക്റ്റ് ചെയ്തിട്ട് ഈ മോളിക്യൂൾസ് നിൽക്കുന്നുണ്ട് ഈ ഡയറക്ഷനിൽ. അതേപോലെ ഈ ഡയറക്ഷനിൽ ഈ മോളിക്യൂൾ ഉണ്ട്. ബട്ട് 4th ഡയറക്ഷനിൽ നമുക്ക് എന്തില്ല, ആ ഫോഴ്സ് ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോളിക്യൂൾ ഇല്ല. അതുകൊണ്ട് തന്നെ സർഫേസിന് എന്തുണ്ട്, മറ്റുള്ള മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ റെസിജ്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അൺബാലൻസ്ഡ് ഫോഴ്സസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ മോളിക്യൂൾസിനെ, വേറെ ടൈപ്സ് ഓഫ് മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു സോളിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ട് സർഫേസിൽ. സോ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ സോളിഡ് നേർപകുതിയായി ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതേപോലെ 2 പീസസ് കിട്ടും. അപ്പം എന്ത് സംഭവിച്ചു, ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന അൺബാലൻസ്ഡ് ഫോഴ്സസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്കി വേറെ ടൈപ്സ് ഓഫ് മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇൻക്രീസ് ഇൻ സർഫേസ് ഏരിയ വിൽ ഇൻക്രീസ് ദ അഡ്സോർപ്ഷൻ. ഇനി ഇവിടെ നോക്കൂ, ഈ പീസസും ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും, 2 പീസസ് കിട്ടും. അപ്പോൾ ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് അനദർ പീസ് കിട്ടി, അനദർ പീസ്. സോ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻക്രീസ്ഡ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പീസിന് ഇതേപോലെ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇൻക്രീസ് ഇൻ സർഫേസ് ഏരിയ വിൽ ഇൻക്രീസ് ദ അഡ്സോർപ്ഷൻ. ഇനി നമുക്ക് അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ അൺബാലൻസ്ഡ് ഫോഴ്സസ് സർഫേസിൽ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ആ ഫോഴ്സൊക്കെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സർഫേസ് എനർജി ഡിക്രീസ് ചെയ്യും. ആ സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും, ഹീറ്റ് റിലീസ്ഡ്. അപ്പം ഇങ്ങനെ ഹീറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയും. ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം, എക്സോതെർമിക് പ്രോസസ്സ്. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ΔH ഈസ് നെഗറ്റീവ്. ഒരു എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ΔH ഈസ് നെഗറ്റീവ്, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ വിൽ ബി നെഗറ്റീവ്. ഇനി നമുക്ക് എൻട്രോപ്പീൻ്റെ കേസ് നോക്കാം. ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഒരു സർഫേസിൽ അഡ്സോർബ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് ആ ഗ്യാസസിൻ്റെ മൂവ്മെൻറ്റിന് എന്ത് സംഭവിച്ചു, ദർ ഇസ് എ ഡിക്രീസ് ഇൻ റാൻഡംനെസ്.
അതെന്ത് ചെയ്ത് ഫ്രീ മൂവ്മെൻ്റ് ആയിരുന്നു നേരത്തെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഡിക്രീസ് ചെയ്തു. അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഡിക്രീസ് ചെയ്തു. അതിനർത്ഥം എൻട്രോപ്പി ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താ? റാൻഡംനെസ്. എൻട്രോപ്പി ഈസ് ദ റാൻഡംനെസ്. സോ അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എൻട്രോപ്പി ഡിക്രീസ്, ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇനി നമുക്ക് ഡെൽറ്റ ജിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. സോ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഈസ് ഓൾസോ നെഗറ്റീവ്. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ടി ഡെൽറ്റ എസും കിട്ടി. ബട്ട് നമ്മൾ ഈ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. അപ്പോൾ നമ്മളൊരു നെഗറ്റീവും പോസിറ്റീവും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാം? ഹൈ വാല്യൂന്ന് ലോ വാല്യൂ മൈനസ് ചെയ്തിട്ട് ഏതാണോ സൈൻ ഹൈ വാല്യൂന്നുള്ളത് ആ സൈൻ കൊടുക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഹൈ വാല്യൂ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറും നെഗറ്റീവാണ്. സോ ഡെൽറ്റ ജി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. സോ ഇങ്ങനെ ഈ നെഗറ്റീവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നെഗറ്റീവ് കുറഞ്ഞ് ഈ പോസിറ്റീവ് വാല്യൂവിന് ഈക്വലായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷനെ നമ്മൾ പറയും ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. സോ നമ്മൾ അഡ്സോർപ്ഷൻ്റെ കേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ഹിയർ. സോ ഇതൊക്കെ ഈ പോയിൻറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് ഈസ് ഓൾസോ നെഗറ്റീവ്, ഡെൽറ്റ ജി ഈസ് ഓൾസോ നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പോണ്ടേനിയസ് പ്രോസസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷനാണ് പറയുന്നത്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിസോർപ്ഷൻ, പിന്നെ കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ്, ഫിസിസോർപ്ഷൻ്റെ കേസിൽ ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അതായത് ഇവിടെ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. ബട്ട് കെമിസോർപ്ഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. ഈ കേസിൽ എന്താ? അവിടെ ഒരു കെമിക്കൽ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലൊരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽ ബോണ്ട് കോവാലൻറ്റോ അയോണിക്കോ ഏത് വേണമെങ്കിലും ആകാം. നെക്സ്റ്റ് ഡിഫറൻസ്, ഇൻ കേസ് ഓഫ് ഫിസിസോർപ്ഷൻ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. ഫിസിസോർപ്ഷൻ ഒരു സ്പെസിഫിക് അല്ല. കാരണം അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അപ്പോൾ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കെമിസോർപ്ഷൻ എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. എന്തുകൊണ്ടാണ്? അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കെമിസോർപ്ഷൻ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഇൻ കേസ് ഓഫ് ഫിസിസോർപ്ഷൻ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ തിരിച്ച് അതേ ഫോമിലേക്ക് വരാൻ പറ്റുന്നതിനെയാണ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സോളിഡിൻ്റെ സർഫേസിൽ ഒരു ഗ്യാസ് അഡ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഗ്യാസ് സോളിഡ് എന്നുള്ളൊരു അഡ്സോർബ് ചെയ്ത ഫോമിലുണ്ട്. അപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്
ഈ പ്രോസസ്സ് നടക്കും, എന്താ അഡ്സോർപ്ഷൻ നടക്കും. ഇനി പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോളിഡും ഗ്യാസും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് കെമീസ് ഓപ്ഷൻ അതെന്തല്ല, റിവേഴ്സിബിൾ അല്ല, ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ആദ്യം ഉണ്ടായ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. കെമീസ് ഓപ്ഷൻ്റെ കേസിൽ കോമ്പൗണ്ട് ഫോമേഷനാണ് നടക്കുന്നത്. അവിടെ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യില്ല, പഴയ ഫോമിലേക്ക് തിരിച്ചു വരില്ല. സോ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ്. മോർ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ അഡ്സോർബ്ഡ് റെഡിലി. സോ ഇവിടെ ഗ്യാസസിൻ്റെ നേച്ചറിനനുസരിച്ചാണ് ഫിസിക്സ് ഓപ്ഷൻ നടക്കുന്നത്. ഏത് ഗ്യാസ് ആണോ ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ ഗ്യാസ് ആയിരിക്കും വേഗത്തിൽ അഡ്സോർബ് ചെയ്യുന്നത്. എന്നാൽ കെമീസ് ഓപ്ഷൻ്റെ കേസിലോ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് അതിൻ്റെ നേച്ചറിനെ, ഗ്യാസസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ എന്താ, ഗ്യാസസ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് ദി അഡ്സോർബൻറ്റ് ഷോ കെമീസ് ഓപ്ഷൻ. അതായത് അഡ്സോർബൻറ്റുമായി റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്യാസസ് മാത്രമേ കെമീസ് ഓപ്ഷൻ കാണിക്കുന്നുള്ളൂ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ലോ ഇൻ കേസ് ഓഫ് ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഹൈ ഇൻ കേസ് ഓഫ് കെമീസ് ഓപ്ഷൻ. സോ ഇവിടെ ജസ്റ്റ് അതിൻ്റെ റേഞ്ച് അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ അഡ്സോർപ്ഷൻ. ഫിസിക്സ് ഓപ്ഷൻ്റെ കേസിൽ ലോ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ബട്ട് കെമീസ് ഓപ്ഷനോ ഇറ്റ് ഈസ് ഫേവറബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. സെവൻത്ത് പോയിന്റ്, ഫിസിക്സ് ഓപ്ഷൻ്റെ കേസിൽ ദർ ഇസ് നോ അപ്രീഷ്യബിൾ ആക്ടിവേഷൻ എനർജി നീഡഡ്. ആക്ടിവേഷൻ എനർജീൻ്റെ ആവശ്യമില്ല. ബട്ട് കെമീസ് ഓപ്ഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി ഹൈ ആക്ടിവേഷൻ എനർജി. Next difference, it depends on the surface area. It increases with an increase in surface area. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. സോ അഡ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് കെമീസ് ഓപ്ഷൻ്റെ കേസിലോ ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ സർഫേസ് ഏരിയ. ഇറ്റ് ടു ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ സർഫേസ് ഏരിയ. കെമീസ് ഓപ്ഷൻ്റെ കേസിലും സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അഡ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ഓൺ അഡ്സോർബൻ സർഫേസ് അണ്ടർ ഹൈ പ്രഷർ. അതായത് ഹൈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഫിസിക്സ് ഓപ്ഷൻ്റെ കേസിൽ മൾട്ടി ലെയേഴ്സ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ബട്ട് കെമീസ് ഓപ്ഷൻ്റെ കേസിലോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു യൂണിമോളിക്കുലർ ലെയേഴ്സ്. ഈ കേസിൽ ഒറ്റൊരു ലെയർ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. സോ ഈ ടേബിൾ നോട്ടിലേക്ക് മാറ്റി എഴുതുക, പഠിക്കുക. ഇത് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് കെമീസ് ഓപ്ഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.